ഇന്ന് എൻ്റെ മിനി വ്ളോഗിൽ ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് ഒരു മത്തങ്ങയും പരിപ്പും ഇട്ടിട്ട് ഒരു കറിയും പിന്നെ ചേമ്പിൻ്റെ തണ്ട കൊണ്ട് ഒരു ഉപ്പേരിയൊക്കെ വെക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 തക്കാളി, അധികം പുളിയില്ലാത്ത തക്കാളിയാണ്, അതുകൊണ്ട് 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്. അപ്പോൾ പരിപ്പ് കഷ്ണം നുറുക്കണതിൻ്റെ സമയം കൊണ്ട് ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാണ്. അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ, തക്കാളി, പച്ചമുളക്, മത്തങ്ങ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് 2 വിസിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അധികം വേവില്ലാത്ത പരിപ്പാണ്, ഞാൻ റെഡ് മസൂറാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് മത്തങ്ങയും പരിപ്പും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ വേവുമല്ലോ. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ ചിരവിയിട്ട് അരച്ചിട്ടുണ്ട്. അതിൽ തേങ്ങയും ഒരു നുള്ളു ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ ആ അരപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊന്ന് കടുക് വറുത്തൊഴിച്ചാൽ മതി. കടുകും ഉണക്കമുളകും കൂടി വറുത്തിട്ട് കറി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് മത്തങ്ങയും പരിപ്പും കൂടി വെക്കാറ്. നമ്മൾ എരിശ്ശേരിയൊക്കെ വെക്കുന്ന ഒരു ഏകദേശം ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അതൊരു ഒഴിച്ച് കറി പോലെ ഉണ്ടാക്കുന്നത് മാത്രം. പിന്നെ ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് റൗണ്ടിൽ ഇങ്ങനെ ചെറിയ അധികം കനലിയാണ്ട് അരിഞ്ഞ് വെച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയിട്ട് എണ്ണ ഒഴിച്ച് സവാള വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചേമ്പിൻ്റെ തണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയാൽ മതി. എന്നിട്ട് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഞാനിവിടെ സവാള വഴറ്റിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ചേമ്പൻ തണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ കനലിയാണ്ട് അരിഞ്ഞ് വെച്ച ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം വഴറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണായിട്ടുണ്ട്. നെല്ലിക്കരിയുടെ ചോറും പിന്നെ രാവിലെ ഇത്തിരി തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ ചേമ്പിൻ്റെ തണ്ട് ഉപ്പേരി, പിന്നെ ഒരു പപ്പടം, പിന്നെ പരിപ്പും മത്തങ്ങയും കൂടി കറി. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഇത്രയൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.